ഇന്ന് ഓഗസ്റ്റ് 7-ാം തീയതി. എപ്പോഴും പറയുന്ന പോലെ ഇന്നും ഒരുപാട് സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഉള്ള ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് പരിചയപ്പെടുന്ന മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഫസ്റ്റ് വൺ, പീസ് ബ്രിഡ്ജ്. 1927-ൽ ഫോർട്ട് എറി, ഒന്റാറിയോ, കാനഡ, ബഫല്ലോ എന്നിവയ്ക്കിടയിലുള്ള 3 വരി ടോൾ ബ്രിഡ്ജായ പീസ് ബ്രിഡ്ജ് പ്രിൻസ് ഓഫ് വെയിൽസ്, ഭാവിയിലെ രാജാവ് എഡ്വേർഡ് 8-ാമനും പ്രൈസ് ആൽബർട്ട്, ഭാവിയിലെ ജോർജ് 6-ാമനും കാനഡയുടെയും ബ്രിട്ടന്റെയും പ്രധാനമന്ത്രിമാർ US വൈസ് പ്രസിഡന്റ് ചാൾസ് ഡേവ്സ് എന്നിവർ പങ്കെടുത്ത ചടങ്ങുകളിൽ സമർപ്പിച്ചു. കാനഡയും US തമ്മിലുള്ള 100 വർഷത്തിലേറെ നീണ്ട സമാധാനത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു പേര് നൽകാൻ കാരണം. പീസ് ബ്രിഡ്ജ് 1768 മീറ്റർ നയാഗ്ര നദിക്ക് കുറുകെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ഉയരത്തിൽ 5 ആർച്ചുകളുള്ള ഒരു സ്പാനുകളുമുണ്ട് ഈ ഒരു ബ്രിഡ്ജിന്. നെക്സ്റ്റ് വൺ, കോൺ-ടിക്കി. 1947 ഓഗസ്റ്റ് 7-നാണ് നോർവീജിയൻ അഡ്വഞ്ചറും എത്നോഗ്രാഫറുമായ തോർ ഹെയർഡാളിനെയും 5 കൂട്ടാളികളെയും വഹിച്ചുകൊണ്ട് 4000 മൈലിലധികം സഞ്ചരിച്ച കോൺ-ടിക്കി എന്ന ബെൽസ വുഡ് റാഫ്റ്റ് പസഫിക് ഓഷ്യനിലെ തുവാമോട്ടു ദ്വീപുകളിലെ ററോയയിൽ ഒരു പാറയിൽ തകർന്നത്. കൊളംബിയന് മുമ്പുള്ള കാലത്തെ മെറ്റീരിയലുകളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഈ യാത്ര സാധ്യമാണെന്നും അങ്ങനെ പുരാതന പോളിനേഷ്യക്കാർ തെക്കേ അമേരിക്കയിൽ നിന്നും ഉത്ഭവിച്ചിരിക്കാമെന്നും തന്റെ ഈ വിശ്വാസം തെളിയിക്കാനായി 1947 ഏപ്രിൽ 28-ന് പെറുവിൽ നിന്നാണ് തോർ ഹെയർഡാളിയും കൂട്ടാളികളും ഈ യാത്ര പുറപ്പെട്ടത്. 1947 ജൂലൈ 30-ന് കോൺ-ടിക്കി റാഫ്റ്റ് പാർട്ടി തുവാമോട്ടോസിലെ പുകപുക ദ്വീപ് ആദ്യമായി കണ്ടതായി റിപ്പോർട്ട് ചെയ്തു. കോൺ-ടിക്കി എന്നത് ഇങ്ക സൂര്യദേവനായ വിരാകോച്ചയുടെ പഴയ പേരാണ്. ലാസ്റ്റ് വൺ, STS-85. 1997 ഓഗസ്റ്റ് 7-ാം തീയതിയാണ് നാസയുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിന്റെ കീഴിലുള്ള സ്പേസ് ഷട്ടിൽ ഡിസ്കവറി മിഷനായ STS-85 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ലോഞ്ച് ചെയ്തത്. ഒന്നിലധികം ബഹിരാകാശ ശാസ്ത്ര പാക്കേജുകൾ നിർവഹിക്കാനുള്ള ഒരു സ്പേസ് ഷട്ടിൽ ഡിസ്കവറി മിഷനായിരുന്നു STS-85. വിവിധ ടെലിസ്കോപ്പുകളുള്ള ക്രിസ്റ്റ സ്പാസ് ഫ്രീ ഫ്ലയർ ആയിരുന്നു ഒരു പ്രധാന പരീക്ഷണം. സോ ഇതൊക്കെയാണ് ഈ ഒരു ഓഗസ്റ്റ് 7-ാം തീയതിയിലെ കുറച്ച് മേജർ സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. സോ ഇതുപോലെ ഒരുപാട് ഇവന്റ്സ് ഇനിയും ഉണ്ടാകും. നിങ്ങൾക്കറിയാമെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു.